ഗൈസ്, ഇന്നലത്തെ ഹോങ്കോങ് മത്സരത്തോടുകൂടി മനോലോ ഏതാണ്ട് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ പരിശീലക സ്ഥാനം വിട്ടു പോകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നമ്മൾ ഇന്നലത്തെ മത്സരത്തിന് ശേഷവും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്കോറിങ്ങിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട്. പിന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം ഫെഡറേഷൻ്റെ കാര്യവും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ പിന്നോട്ട് വലിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു തോൽവിയിൽ മനോലോയ്ക്ക് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു പോയിന്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പം മുൻകാലത്ത് പ്രത്യേകിച്ച് ഇപ്പം കോൺസ്റ്റന്റൈൻ നിറയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്കോറിങ് ചെയ്യുന്ന പ്ലെയേഴ്സ് ഒരുപാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം സുനിൽ ഛേത്രി തന്നെയായിരുന്നു അന്നൊരു മെയിൻ മാൻ. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ജേജ ഉണ്ടായിരുന്നു, പിന്നെ റോബിൻ സിംഗ്, ബൽവന്ത് സിംഗ്, ഇങ്ങനെയൊക്കെയുള്ള പ്ലെയേഴ്സ്, മറ്റ് പല പ്ലെയേഴ്സും വന്ന് ഇടയ്ക്കൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സുനിൽ ഛേത്രി സ്റ്റിൽ റിട്ടയർ ചെയ്ത് പോയെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് വിളിച്ച ഒരു സാഹചര്യമൊക്കെയാണ് മനോലയുടെ ഒരു കീഴിലുള്ളത്. അപ്പം മനോലയ്ക്ക് ആദ്യ സ്റ്റേജിൽ ഒരു സ്ട്രൈക്കറെ കണ്ടെത്താനേ കഴിഞ്ഞില്ല. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റാണെന്ന് പറയുന്നില്ല, കാരണം സ്ട്രൈക്കേഴ്സ് ഉണ്ടെങ്കിലേ അത് കളിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടാതെ പോയ താരങ്ങളുമുണ്ട്. എന്തുകൊണ്ട് അവരെ പിക്ക് ചെയ്തില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രശ്നമായിട്ട് സംസാരിക്കേണ്ടതാണ്. മാത്രമല്ല, ഇപ്പം നമ്മളുടെ വിങ്ങേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഇപ്പം ISLലൊക്കെ സ്കോർ ചെയ്യുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ കൂടി അവർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നൊരു പ്രശ്നമാണ്. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പം ആഷിഖിനെ പല ആളുകളും കുറ്റം പറയുന്നുണ്ട്. ഇപ്പോൾ ആഷിഖിന് അത് ചാൻസ് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. യെസ്, അത് സിറ്റർ ഗോൾ കൺവേർട്ട് ചെയ്യാമായിരുന്നു, അതല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള അവസരം കൺവേർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ബേസിക്കലി അദ്ദേഹം ഒരു പ്രോപ്പർ സ്ട്രൈക്കറായിട്ടുള്ള പ്ലെയർ അല്ല. അദ്ദേഹം ഒരു സ്കോറിങ്ങിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അദ്ദേഹം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നെ അദ്ദേഹം ഒരു ലെഫ്റ്റ് ബാക്ക്, ലെഫ്റ്റ് വിങ് ആ റോൾ കളിക്കുന്ന പ്ലെയർ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ ചാൻസ് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റ് ഫുട്ട് കൊണ്ട് അടിക്കേണ്ട ചാൻസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഫുട്ട് വീക്കാണ്, അദ്ദേഹം ലെഫ്റ്റ് ഫുട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്ട്രോങ്. റൈറ്റ് ഫുട്ട് കൊണ്ട് അങ്ങനെ ഗോൾ അടിക്കുന്നത് തന്നെ നമ്മൾ കണ്ടിട്ടില്ല. അതുമല്ല, അദ്ദേഹം ബേസിക്കലി ഒരു ഭയങ്കരമായിട്ടുള്ള ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള പ്ലെയറും അല്ല. അപ്പം ആദ്യം തന്നെ ഇപ്പോൾ ആഷിഖ് വന്ന സമയത്ത് ഇപ്പം നല്ല ഫിസിക്കലി ആണെങ്കിലും ഷീൽഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ അതൊക്കെ മികച്ചതായിട്ട് വരുമെന്ന്, സ്പേസ് കണ്ടെത്തുന്നതൊക്കെ ആണെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സ്കോറിംഗ് സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എന്താകുമെന്ന് പറയുന്ന സംശയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ സംഭവിക്കുകയും ചെയ്തതെന്നുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനോലോ എന്തുകൊണ്ട് മറ്റ് താരങ്ങളെ സെലക്ട് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് അവിടെ ഉള്ളത്. ഇപ്പം ഈ ഒരു മത്സരത്തിൽ സുനിൽ ഛേത്രി ഉപയോഗിച്ചിട്ടുള്ള രീതി കറക്റ്റാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സുനിൽ ഛേത്രി വന്നാലും അദ്ദേഹത്തെ ഒരു മെയിൻ മാൻ ആക്കാണ്ട് പറഞ്ഞ പോലെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും. അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ എനിക്കൊന്ന് മനോലയുടെ അണ്ടറിൽ അദ്ദേഹത്തിന് ഏറ്റവും നന്നായിട്ട് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു മത്സരമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം സുഹേൽ എന്ന് പറഞ്ഞിട്ടുള്ള താരം, അദ്ദേഹത്തിന് ഒരു ബെഞ്ചിൽ പോലും അവസരമില്ലാത്തൊരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പം പറഞ്ഞു വരുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്രണ്ട്ലി അടക്കമുള്ള എല്ലാ മത്സരങ്ങളും 90 മിനിറ്റും സുനിൽ ഛേത്രിയെ കളിപ്പിച്ചിട്ട് ഇങ്ങനത്തെ നിർണായക മത്സരത്തിലൊരു ചേഞ്ച് വരുത്തുന്നു, അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ബെഞ്ചിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്ക് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റ് സ്ട്രൈക്കിംഗ് ഓപ്ഷൻസ് എന്തുകൊണ്ട് പിക്ക് ചെയ്തില്ല? ഇത്രയും സ്ട്രൈക്കേഴ്സിന് ദാരിദ്ര്യമുള്ള ഒരു സാഹചര്യത്തിൽ പോലും അത്യാവശ്യം സ്കോർ ചെയ്യാനൊന്നും കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന്, ഇപ്പം ഡേവിഡ് ഈസ്റ്റ് ബംഗാളിൽ ഈ സീസണിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള, അത്യാവശ്യം 4-5 ഗോളും എല്ലാ കോമ്പറ്റീഷൻസിൽ നിന്നാണ്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തെ പിക്ക് ചെയ്തില്ല എന്ന് പറയുന്നത് ഒരു നിരാശപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തെ തീർച്ചയായിട്ടും സുഹേലിനെ പിക്ക് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ഡേവിഡും സ്ഥാനം പിടിക്കേണ്ട താരം തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ഒരു ദാരിദ്ര്യം അവിടെ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ ലാൽഗുൻസ്വാല എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്വാളിൻ്റെ താരം, ഈ ഒരു താരത്തെയും പിക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ഐ ലീഗ് കളിക്കുന്നുണ്ടായിരിക്കും. പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഇവിടെ ഒരു പരീക്ഷണം നടത്താനുള്ള ഒരു ഏരിയ അല്ല നാഷണൽ ടീം, പ്രൂവ് ചെയ്ത പ്ലേയേഴ്സിനേ ഉള്ളൂ. ഐ ലീഗിൽ എന്തുകൊണ്ട് പ്രൂവ് ചെയ്ത പ്ലേയേഴ്സിനെ എടുക്കുന്നില്ല എന്ന് പറയുന്നത് അവിടെ ഒരു വലിയ ക്വസ്റ്റ്യനായിട്ട് നിൽക്കുന്നു. ISL മാത്രമുള്ളവരെ എടുക്കത്തുള്ളൂ. അപ്പോൾ ISL ഒരു സ്ട്രൈക്കർ കളിക്കുകയേ ചെയ്തില്ലെങ്കിൽ ISLൽ ബെഞ്ചിലിരിക്കുന്ന സ്ട്രൈക്കേഴ്സിനെ എടുക്കുക. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പം ലിസ്റ്റൻ ഭയങ്കര അലമ്പ് കളിയായിരുന്നു, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ. എന്നിട്ട് പോലും 90 മിനിറ്റ്സ് അദ്ദേഹത്തെ കളിപ്പിക്കുക എന്ന് പറയുന്നൊരു തീരുമാനം തെറ്റായുള്ള തീരുമാനമാണ്. പിന്നെ ഗോൾ കീപ്പറുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു എററാണ് നമുക്കൊരു വിനയായിട്ട് മാറിയത്. ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞത് ഒരു ലേറ്റ് ഔട്ടിംഗ് ആണ് എന്നുള്ളത്. അപ്പം വിശാൽ ഖേത്തിൻ്റെ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം മോഹൻ ബഗാനിൽ കളിക്കുന്ന പോലത്തെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കത്തില്ല ഇൻ്റർനാഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പോൾ എന്നുള്ളത്. ഡിഫൻസും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഒക്കെ ഡിഫറൻ്റ് ആണ് എന്ന് പറയുന്നൊരു സാഹചര്യം. പിന്നെ ഗുർപ്രീത് എന്ന് പറയുന്നൊരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം പറയുമ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഭയങ്കര ഒരു ബ്രേവ് ആയിട്ടുള്ള തീരുമാനമാണ്. കാരണം നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ ഒഴിവാക്കപ്പെടാവുന്നത്. പക്ഷേ നാഷണൽ ടീമിലെ കോൺട്രിബ്യൂഷൻസ് വെച്ച് അദ്ദേഹത്തിൻ്റെ സ്ക്വാഡിലെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളൊരു സാഹചര്യം ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴെന്നല്ല, ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ആ കാര്യം
പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ കോച്ചാണ് എല്ലാത്തിനും കാരണക്കാരൻ, കോച്ച് മാറി എല്ലാം ശരിയാകും എന്നുള്ളതല്ല പറയുന്നത്. കാരണം മറ്റ് പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്, ലീഗ് ഓർഗനൈസേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ക്ലബ്സിൻ്റെ ഭാഗത്തു നിന്ന്, അങ്ങനെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇതിൽ നമ്മൾ കോച്ചസിൻ്റെ കാര്യവും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ എനിക്ക് മനോല ഒരു നാഷണൽ ടീമിന് കേപ്പബിൾ ആകാത്തൊരു പരിശീലകനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത വേറൊരു കോച്ച് ആര് വന്നു കഴിഞ്ഞാലും ഇതിനേക്കാൾ വലിയ മലമറിക്കും എന്നുള്ളതല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഇപ്പം സ്റ്റിമാച്ചും ഈ കാര്യത്തിൽ പിന്നിലായിരുന്നു. പക്ഷേ താരതമ്യേന സമീപകാലത്ത് ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും കോൺസ്റ്റന്റൈൻ ആയിരുന്നു ഈ കാര്യത്തിൽ ഒരു മികവ് കാട്ടിയിരുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടായേക്കാം. പക്ഷേ അത് നമുക്ക് സംസാരിക്കേണ്ടതാണ്. പിന്നെ ഏഷ്യൻ ഫുട്ബോൾ ഇപ്പോൾ മൊത്തത്തിൽ മാറി. ഏഷ്യൻ ഫുട്ബോളിൻ്റെ ഒരു ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പം വിഷൻ 2047 എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം തന്നെ ഇന്ത്യ 5 റാങ്കിങ് താഴോട്ട് പോകുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇന്ത്യയുടെ റാങ്കിങ് വിഷൻ 204.7 എന്നും വല്ലതും ആക്കി കഴിഞ്ഞാൽ കല്യാൺ ജോബയുടെ വാക്കിന് നമുക്ക് വിലയുണ്ട് എന്നും കൂടി പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.